ഹായ് ഗായ്സ്, ഞങ്ങൾ ഈദ് ഡേ കണ്ടാലോ. രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ. സേമിയ ഒടിക്കാണ്ടായിരുന്നു, അതായത് പായസത്തിനുള്ള സേമിയം ചെറുതാക്കി വെക്കാൻ പറഞ്ഞു അമ്മച്ചിനോട്. പിന്നെ അത് ചെറുതാക്കിയായിരുന്നു. അപ്പോഴാണ് കയ്യിലെ മൈലാഞ്ചി ചോന്ന് നോക്കിയത്. അത്യാവശ്യം ചോന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചിയാണെങ്കിൽ പള്ളിയിൽ പോകാനുള്ള തിരക്കില്ല. അപ്പോൾ അത് ഞാൻ നുനുമോളെ കൊണ്ടുപോയിട്ടൊന്ന് പല്ല് തേപ്പിക്കാച്ച്. ഏറ്റവും ടാസ്ക്കുള്ള കാര്യമാണ് നുനുവിന് പല്ല് തേപ്പിക്കൽ. അപ്പോൾ ഭയങ്കര മടിയാണ് പല്ല് തേക്കുക എന്നുള്ളത്. അപ്പം അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവളെ കയ്യിലത്തെ മൈലാഞ്ചി റിമൂവ് ചെയ്യുക വിചാരിച്ചത്. മൈലാഞ്ചി ഉണങ്ങി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോണില്ലേനു. പിന്നെ പതുക്കെ അതൊക്കെ കഴുകി കൊടുത്ത്, ആളാണെങ്കിൽ ഭയങ്കര കച്ചറിയുന്നത് പോണില്ല എന്നും പറഞ്ഞിട്ട് അതൊക്കെ കഴുകി കൊടുത്ത്. പിന്നെ അവളെ പല്ല് തേപ്പിക്കാനുള്ള പരിപാടിയാണ്. പക്ഷെ അവളൊരു വിധത്തിൽ സഹകരിക്കുന്നില്ല. അവൾ ചാടി ഒക്കത്തിരിക്കുക അങ്ങനെയുള്ള പരിപാടികളാണ്. പിന്നെ കുറേ കരയുന്നുമുണ്ട്. എങ്ങനെയോ ആണ് അവളെ പല്ലേപ്പിച്ചെടുക്കുക. അപ്പം നോക്കുമ്പോണ്ട് ഉപ്പച്ചി പള്ളിയിൽ പോകാനുള്ള തിരക്കിലാണ്. ഉമ്മച്ചി പള്ളിയിൽ പോകാൻ വേണ്ടി ചായ കുടിക്കുന്ന, ഉമ്മച്ചി എന്തെന്നാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ തിരക്കിൽ. ഞാൻ വേഗം ഓളം എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ട് പല്ലൊന്ന് തേപ്പിച്ചെടുത്ത്. കുറച്ച് നമ്മളൊന്ന് തുടങ്ങി കൊടുത്താൽ ബാക്കി മുപ്പത്തിയാർ തേച്ചോളും. പക്ഷെ തുടങ്ങി കിട്ടാനാണ് പണി. പിന്നെ മുപ്പത്തി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേച്ച് ഒരു ഒപ്പിക്കൽ തേക്കലൊക്കെ തേച്ച് ഇറങ്ങിപ്പോന്ന്. ഭയങ്കര മടിയാണ് പല്ലേക്കാൻ. പിന്നെ ഞാൻ വന്നിട്ട് നോക്കുമ്പോൾ നുനുമോളെ മൈലാഞ്ചി എല്ലാം ചോദിക്കേ നിങ്ങളെ കാണിച്ചിരാച്ച്. പിന്നെ വന്നിട്ട് ഉമ്മച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നിടത്തുനിന്ന് ഒന്ന് പുറത്തേക്ക് പോയി. അപ്പം ബാക്കി ഞാൻ ചൂടാച്ച്. ദോശയായിരുന്നു രാവിലെ, ദോശയും ചിക്കൻ കറിയും. അപ്പം അതൊക്കെ ഉണ്ടാക്കി. പിന്നെ എല്ലാവർക്കും കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് ചൂടാകുന്നുണ്ട്. നുനു വന്ന് കച്ചറ, നുനുവിന് ഫോൺ വേണം. അപ്പം ഞാൻ നുനുവിന് കൊടുക്കാനുള്ള ദോശയൊക്കെ കൊടുത്തു. നോക്ക് അതൊന്നും വേണ്ട, അവൾക്ക് ഫോണാണ് വേണ്ട. അവൾ ചൂടുന്നുണ്ടോ, ഫോണിന് വേണ്ടിയിട്ടാണ് അവൾ കച്ചറ ഉണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വേഗം മുറ്റം നടിക്കാൻ ഇറങ്ങി. മുറ്റത്ത് നല്ല കാടുണ്ടായിരുന്നു. ഒരൻ്റെ ചുറ്റും മരങ്ങൾ, അതുകൊണ്ട് തന്നെ എപ്പോൾ അടിച്ചാലും മുറ്റത്ത് നല്ല കാടുണ്ടാവും. അപ്പോൾ വേഗം അന്ന് അത് തോണ്ടിയിട്ടാണ് വിചാരിച്ചത്. ബാക്ക് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് പിന്നെ കുളിക്കാനെല്ലാം പോകാമെന്നുള്ള പ്ലാനിൽ വേഗം ആക്കിയിരുന്നു. അപ്പം നുനുമോൾ എൻ്റെ വൈത്താലെ തന്നെ നടക്കുന്നുണ്ട്. ഫോണുണ്ടാന്ന് പറഞ്ഞിട്ട്. മാക്സിമം ഫോൺ കൊടുക്കാതെക്കല്ല. പിന്നെ കുഞ്ഞിനെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് ഓളെ വേഗം മാറ്റി കൊടുത്താൽ ഓളെ പരിപാടി ചെയ്യുമല്ലോ. പിന്നെ ഓളങ്ങ് നടന്നോളൂ. വേവളെ കുളിപ്പിച്ച് തലയെല്ലാം നല്ല തോർത്തി പുതിയ കുപ്പായെല്ലാം ഇട്ടുകൊടുത്ത്. പുതിയ കുപ്പായൊക്കെ ഇട്ടുകൊടുത്ത് സുന്ദരി പെണ്ണാക്കാൻ നിൽക്കുക. വള ഇട്ടുകൊടുത്ത്, മോതിരം ഇട്ടുകൊടുത്ത്. ഒരു മോതിരം ഇട്ടുകൊടുത്തിട്ട് ആൾ ആദ്യമായിട്ടാണ് മോതിരം ഇടുന്നത്. പിന്നെ ആ മോതിരത്തിലുമില്ലായി കുറേ നേരം. പിന്നെ തലയെല്ലാം ഈരി കൊടുത്ത്. നുനുവിൻ്റെ ഡാൻസ് എങ്ങനെയുണ്ട്? ഈദിൻ്റെ ഡാൻസാണ്, അടിപൊളിയല്ലേ? പുതിയ കുപ്പായെല്ലാം ഇട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ഫോമാക്കുന്ന കേട്ടോ. പിന്നെ ഞാൻ അവളെ കണ്ണെല്ലാം ഒന്ന് എഴുതി കൊടുക്കാൻ വിചാരിച്ച്. സുന്ദരി ആവണ്ടേ, പെരുന്നാളൊക്കെ അല്ലേ. അങ്ങനെ പിരികൊക്കെ ഒന്ന് എഴുതി കൊടുത്ത് സുന്ദരി മോളാക്കി. സമ്മതിക്കല്ല, ഒരു കാര്യത്തിനും സമ്മതിക്കല്ല. അത് കഴിഞ്ഞ് ഞാനും ഒന്ന് ഓടിപ്പോയി കുളിച്ച്. കുളി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ. കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഓടിപ്പോയി അകലെല്ലാം ഒന്ന് തുടച്ചിട്ടോ. എല്ലായിടത്തും ഒന്ന് തുടച്ചിട്ട് കുറച്ച് തന്നെ പിന്നെ ടൈം കിട്ടില്ലല്ലോ. റൂമും സിറ്റ് ഔട്ടും എല്ലായിടത്തും ഒന്ന് വേഗം വടിച്ചിട്ട്. എല്ലാവരും വരൽ തുടങ്ങിയാൽ പിന്നെ ഒന്നും നടക്കില്ല. നമ്മളെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഉപ്പച്ചീൻ്റെ അനിയന്മാരും വൈഫും എല്ലാവരും ഉണ്ടാവും. എല്ലാവരും ഇവിടെ വെച്ചിട്ടാണ് നമ്മളെല്ലാ കൊല്ലവും പെരുന്നാൾ കഴിക്കൽ. അപ്പോൾ തന്നെ ഇതാ നുനുമോൾ ഒരു ബബിൾസ് കൊടുത്തിറങ്ങിയിട്ടുണ്ട്. ഓളായ്മ കളിയായി. അവൾക്ക് എന്ത് പെരുന്നാൾ, പണ്ട് അമ്മക്ക് ചെയ്യുന്നില്ലേ പെരുന്നാളൊക്കെ. ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നുമില്ല. അപ്പോൾ നോക്കുമ്പോൾ ഉമ്മച്ചി അമ്മമാരെല്ലാം തിരക്കിട്ട പണിയില്ല. ഉപ്പച്ചി അപ്പന്മാരും ഇരുന്ന് TV കാണുന്നുണ്ട്. ഫുഡെല്ലാം ആയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ച് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഉമ്മാൻ്റെ അടുത്തിമാരുടെ പോയി, എല്ലായിടത്തും പോയി. അവിടെ നിന്നൊരു പുളി ഇട്ടിന്ന് നോക്ക് കൊടുത്ത് നോക്കുമ്പോൾ ഓക്ക് വേണ്ട. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.